നമസ്കാരം. സ്വന്തം കാര്യത്തിന് വല്യപ്പൂപ്പനെ വരെ മറ്റുള്ളവരെ കൊണ്ട് തെറി വിളിപ്പിക്കാൻ കുറെ അറിയാതിരിക്കാൻ ഒരു നിവൃത്തിയും. അതിലൊന്നാണ് നമ്മുടെ പൂഞ്ഞാറ്റിലെ പപ്പയും പപ്പയുടെ മോനും. ആ മോൻ എന്ന് പറയുക, ഒരു ക്രിസ്ത്യാനിയായ എനിക്ക് തോന്നിയിട്ടുണ്ട് അയ്യപ്പൻ എന്നാൽ ഒരു വികാരമാണ്. ഇതൊക്കെ കേട്ടാൽ എങ്ങനെ പ്രതികരിക്കാതിരിക്കും? നീ ക്രിസ്ത്യാനിയാണെന്ന് ആരാ പറഞ്ഞത്? നിനക്കറിയാമോ ക്രിസ്ത്യാനി എന്ന പേര് എങ്ങനെ ലഭിച്ചതാണ്? വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് നടക്കുന്ന പൂഞ്ഞാറ്റിലെ അപ്പനും അപ്പന്റെ മോൻ നീയും ഏത് ക്രിസ്തുവിന്റെ വചനമാണ് പിന്തുടരുന്നത്? സുവിശേഷകരെയും ക്രിസ്ത്യാനികളെയും തല്ലിച്ചതയ്ക്കുന്നവരുടെ കൂടെ കൂടി സ്വയം ക്രിസ്ത്യാനി ചമയുന്ന ഒരു വിഡ്ഢി മാത്രമാണ് നീയും പൂഞ്ഞാറ്റിലെ പപ്പയും. ആദ്യം നീ ക്രിസ്ത്യാനിയാണോ എന്ന് പരിശോധിക്കും. ഒരാൾ പള്ളിയിൽ പോയത് കൊണ്ട് ക്രിസ്ത്യാനിയാവില്ല. നീ യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ, ക്രിസ്തു പറഞ്ഞത് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് ഈ വികാരം തോന്നത്തില്ല. കാരണം ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന പ്രമാണമായ 10 കൽപ്പന അത് നീ ലംഘിച്ചു. ഞാനല്ലാതെ നിനക്ക് മറ്റൊരു ദൈവം ഉണ്ടാകരുതെന്നാണ് 10 കൽപ്പനയിലെ ഒരു കൽപ്പന. അത് നീ ലംഘിച്ചു. അപ്പോൾ നീ എങ്ങനെ ക്രിസ്ത്യാനിയാകുന്നത്? നിന്റെ കാര്യം സാധിക്കാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ BJPക്കാർ ഒരു സീറ്റ് തരണം, പൂഞ്ഞാറ്റിലെ പപ്പയ്ക്കും പപ്പയുടെ മോനും. അതിനുവേണ്ടി നീയും പപ്പയും ക്രിസ്തുവിനെ മാത്രമല്ല വല്യപ്പനെ വരെ വിൽക്കും. ഇതൊക്കെ BJP സംഘികൾക്ക് സൂഹിക്കും, മറ്റുള്ളവർക്ക് അരോചകവും. പിന്നെ നീ ഭാര്യയുടെ മതം മാറ്റിയ ആളാണ്. അപ്പോൾ ഇത് നീ തന്നെ പറയണം. പൂഞ്ഞാറ്റിലെ പപ്പയുടെ മകൻ തന്നെ എന്ന് നീ തെളിയിച്ചു. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. നിലപാട് സംശയങ്ങൾ. തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ഈ വികാരം നിനക്കും പപ്പയ്ക്കും കൂടി വരും. അത് കഴിയുമ്പോൾ കുറഞ്ഞോളും. അത്ര വികാരമാണെങ്കിൽ നീ ഹിന്ദുമതം സ്വീകരിക്കണമായിരുന്നു. ത്രിസംഖ്യയാകാതെ സംഖ്യയാകണമായിരുന്നു. നീ ഒരാണായിരുന്നെങ്കിൽ പാവം ജഗതിയെ പഴിചാരാതെ മതം മാറ്റാതെ ഹിന്ദുവായി തന്നെ അയാളുടെ മകളെ വിവാഹം കഴിക്കണമായിരുന്നു. നീ വെറും ഒരു പേടിത്തൊണ്ട മാത്രമല്ല, ഞാനൂര് കൂടിയാണ്. നീ എവിടെ തെരഞ്ഞെടുപ്പിന് നിന്നാലും കെട്ടിവെച്ച കാശ് കിട്ടില്ല. നിനക്ക് ആര് വോട്ട് ചെയ്യുമെന്നാ നിന്റെ വിചാരം? ക്രിസ്ത്യാനികളോ, അതോ ഹിന്ദുക്കളോ, അതോ മുസ്ലിങ്ങളോ? യഥാർത്ഥ BJPക്കാർ പോലും നിനക്ക് വോട്ട് ചെയ്യില്ല. നിന്റെ തന്തയ്ക്ക് ചക്കര പെണ്ണിനെ വലിയ വികാരമായിരുന്നു. 4 വോട്ടിന് വേണ്ടി സ്വന്തം തന്തയെ വരെ മാറ്റി പറയും. സംഘികളെ പറ്റിക്കാൻ ഓരോ അടവുമായി ഇറങ്ങും. ഇന്ന് BJPയിൽ നിന്ന് പുറത്താക്കിയാൽ ഇതെല്ലാം നീ മാറ്റി പറയും. ഒരു സംശയവും വേണ്ട. പിന്നെ എനിക്കൊരു സംശയം, ക്രിസ്തുവിനെ കണ്ടപ്പോൾ നിനക്ക് ഒന്നും ഒരു വികാരം തോന്നിയില്ലേ? ഓ, മീശയും താടി നീട്ടി വളർത്തിയതുകൊണ്ടായിരിക്കും തോന്നാഞ്ഞത്. നിനക്കിപ്പോൾ വികാരം തോന്നാൻ കാരണം എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാവും.